രമേശ് പിഷാരടി പാലക്കാടിന് പറ്റിയ സ്ഥാനാർത്ഥിയാണോ? മറുവശത്ത് ശോഭാ സുരേന്ദ്രൻ നിൽക്കുമ്പോൾ അവരെ സഹായിക്കാനല്ലേ? രമേശ് പിഷാരടി യോഗ്യനാണോ? അദ്ദേഹത്തിന് ജാതിയുടെ പ്രിവിലേജ് കിട്ടി, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആരോപണങ്ങൾ കേൾക്കാനിടയായി. അങ്ങനെ ചാഞ്ഞും ചരിഞ്ഞും വർത്തമാനം പറഞ്ഞ് എല്ലാം ശരിയാണെന്ന് പറഞ്ഞ് അവരും പ്രഗത്ഭനാണ്, അദ്ദേഹവും മഹാനാണ്, ഇദ്ദേഹവും മഹാനാണെന്നൊക്കെ പറയുന്ന സെലിബ്രിറ്റികളുടെ കാലത്ത് കൃത്യമായി രാഷ്ട്രീയം പറയുന്ന ഒരാളായിരുന്നു രമേശ് പിഷാരടി. എല്ലാ കാലത്തും അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്, പരസ്യമായ വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് ഉറക്കെ പറയാൻ ഒരു മടിയും കാണിച്ചിട്ടുള്ള ആളല്ല രമേശ് പിഷാരടി. കാരണം പലപ്പോഴും ഈ സാമൂഹിക സാംസ്കാരിക നായകന്മാരെ സംരക്ഷിക്കുന്നതിനോ നിലനിർത്തുന്നതിനോ വലിയ മെനക്കേടൊന്നും കോൺഗ്രസ് ചെയ്യാറില്ല. അവർക്ക് സാമൂഹികവും സാംസ്കാരികവും എല്ലാം ഒരേ മുഖങ്ങളാണ്. സ്ഥാനം കിട്ടാത്ത അധികാരത്തിലുള്ള മുഖ്യധാര ആളുകളെ പേരിനെന്തെങ്കിലും ഒരു പൊടി കവിത പറഞ്ഞ് സാംസ്കാരിക സ്ഥലങ്ങളിൽ അവരോധിക്കുമ്പോൾ ഇടതുമുന്നണി ആ കാര്യങ്ങളിലൊക്കെ കൃത്യമായ അവരുടെ നിലപാടുകൾ എടുത്തിട്ടുള്ളതാണ്. എന്നാൽ ആ സന്ദർഭത്തിലൊക്കെ തിരസ്കരിക്കപ്പെടുമ്പോഴും താൻ കോൺഗ്രസ്സുകാരനാണെന്ന് ഉറക്കെ പറയുന്ന ഒരാളായിരുന്നു രമേശ് പിഷാരടി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ചും പറയാനുള്ള നിർഭയത്വത്തെക്കുറിച്ചും ആ നിലപാട് ഉറക്കെ പറയുന്നതിനുള്ള തൻ്റെ ഇടത്തെക്കുറിച്ചും അദ്ദേഹത്തിന് ഭയമൊന്നുമുള്ള ആളല്ല. EDയെയോ ഇൻകം ടാക്സിനെയോ ഒന്നും അദ്ദേഹം ഭയപ്പെടുന്നില്ല എന്ന് സാരം. രണ്ടാമത്തെ കാര്യം, അവിടെ ശോഭാ സുരേന്ദ്രൻ ഉള്ളപ്പോൾ എന്നൊക്കെ പറയുന്നത് അതൊരു ഹൈപ്പ് മാത്രമാണ്. അത് ബോധപൂർവം ചിലർ നിഷ്പക്ഷരെന്ന് തോന്നിക്കും വിധവും അല്ലാതെയും ഒക്കെ ഹൈപ്പ് കൊടുക്കുന്നതാണ്. അവിടെ എന്തിനാണ് ഒരു വ്യാപാരിയായ മുസ്ലിം സ്ഥാനാർത്ഥിയെ LDF സ്ഥാനാർത്ഥിയാക്കിയതെന്ന് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല. അവിടുത്തെ ജാതി സമവാക്യങ്ങളിലൊന്നും അല്ലെങ്കിൽ അവിടുത്തെ സോഷ്യോ പൊളിറ്റിക്കൽ എഞ്ചിനീയറിങ്ങിലൊന്നും അത്തരം ഒരു സ്ഥാനാർത്ഥിക്ക് പ്രസക്തിയില്ലെങ്കിലും അവിടെ അവതരിപ്പിച്ചത് ആരെ സഹായിക്കാനെന്ന ചോദ്യമുണ്ട്. ഒരുപക്ഷെ ജനാധിപത്യ ചേരിയിലെ മുഴുവൻ വോട്ടുകളും രമേശ് പിഷാരടിക്ക് വരുമോ, അതല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനിലേക്ക് പോകുമോ എന്നൊക്കെ പറയുന്ന ചർച്ച വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ഏതായാലും അദ്ദേഹം ഒരു അൺഫിറ്റ് സ്ഥാനാർത്ഥിയോ വഴിപോക്കനോ അല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി മൂന്നാമത്തെ കാര്യം, ഈ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉള്ളെങ്കിൽ പോലും ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവിടെ പ്ലേസ് ചെയ്തിരുന്നെങ്കിൽ ഈ പറയുന്ന ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ചോദ്യവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും, സ്വാഭാവികം. എന്ന് മാത്രമല്ല, പുറത്താക്കിയ ഒരാളിനെ അങ്ങനെ പരിഗണിക്കാനും പാടില്ല. പക്ഷേ അങ്ങനെ പരിഗണിച്ചാൽ പോലും രാഹുൽ പിടിച്ചേനെ പാലക്കാട്. അത്ര വലിയ സംഗതിയൊന്നും അവിടെ ഇല്ല. കാരണം BJPയിലും ഒരുപാട് ഈ ചേരിപ്പോരുകളും അന്തർനാടകങ്ങളും വാരലുകളും ഒക്കെ സ്ഥിരമായി നടക്കുന്ന സ്ഥലമാണ് ഈ പാലക്കാട്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് അങ്ങനെ വിചാരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത് രമേശ് പിഷാരടിക്ക് പ്രിവിലേജിനെ കുറിച്ചാണ്. അത് ദിനു വെയിൽ എന്നൊക്കെ പറയുന്ന ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് പറയുന്നത് കണ്ടു. എൻ്റെ ദിനു എൻ്റെ അനുജനാണ്. അതിനകത്ത് പ്രത്യേകിച്ച് പ്രിവിലേജ് ഒന്നുമല്ല. സണ്ണി കപ്പിക്കാടിനെ പോലെ ഒരാൾ ഒരു കോൺഗ്രസ് പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ എല്ലാ വിശ്വാസങ്ങളെയും ചിലപ്പോഴൊക്കെ ചില അനാചാരങ്ങളുടെ മുന്നിൽ മൗനം പാലിക്കുകയും ഒക്കെ ചെയ്താണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിലനിൽക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ നവോത്ഥാന സമിതിയൊക്കെ ഉണ്ടാക്കിയ CPMൻ്റെ സ്ഥിതി. അങ്ങനെയാണ് ഇന്നത്തെ ഈ രാജ്യത്തും സംസ്ഥാനത്തും രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്. 90% ആളുകളും മതവിശ്വാസികളാണ്. അവരവരുടെ മതത്തിലെ ജീർണതകളെ അങ്ങനെ വല്ലാണ്ട് ആരും വിമർശിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരുമല്ല. അപ്പോൾ ആ കാലത്ത് അങ്ങനെ ചെയ്യുന്ന ഒരാളിനെ രമേശ് പിഷാരടിയുമായി താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. കാരണം പിഷാരടി അങ്ങനെ സോഷ്യോ പൊളിറ്റിക്കൽ സർജറി ഒന്നും നടത്തുന്ന ആളല്ല. ഖണ്ഡിതമായ ആരെയും ഒന്നും അങ്ങനെ ചെയ്യാറില്ല. നല്ല പെരുമാറ്റവും നല്ല ഇടപെടലും ഒക്കെയുള്ള നല്ല ഒരു സാംസ്കാരിക പ്രവർത്തകനാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിന് മുതൽക്കൂട്ട് തന്നെയാണെന്ന് മാത്രമല്ല, പാലക്കാടാണ് ആദ്യമായി വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും വിത്ത് മുളച്ചു തുടങ്ങിയത്. അവിടെ ഒരു സാന്ത്വനമായി ഈ പറയുന്ന കലയെയും സാഹിത്യത്തെയും ചേർത്ത് വെക്കുന്ന ഒരാൾ ഉചിതൻ തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് വേറൊരു പ്രിവിലേജ് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. സണ്ണി കപ്പിക്കാടിൻ്റെ പ്രിവിലേജും രമേശ് പിഷാരടിയുടെ പ്രിവിലേജും തമ്മിൽ താരതമ്യം ചെയ്യേണ്ടതുമില്ല.